എല്ലാവരും ഞങ്ങളെ വീടും പരിസരമൊക്കെ കാണുമ്പോൾ എപ്പോഴും ഈ ഗേറ്റ് ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നതേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എപ്പോഴും ഗേറ്റ് അടച്ചായിരിക്കും ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവന്മാരിവിടെ ഉള്ളതുകൊണ്ട്, ഈ കുട്ടിപ്പട്ടാളം, ജിമ്മി, റാണി, വൈറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് ഗേറ്റ് ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ തുറക്കാക്കത്തില്ല. അവരെ കൂട്ടിക്കയറ്റുമ്പോൾ മാത്രമേ ഇങ്ങനെ തുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നിപ്പം അവരെല്ലാം പിടിച്ച് കൂട്ടി കയറ്റി ഇതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. അതിനകത്തിരിപ്പുണ്ട്. അവിടെ ഇരുന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. കാരണം നമ്മളെ ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ വീലെല്ലാം ടൈറ്റായി. അപ്പോൾ അതിലെല്ലാം ഓയിലിടണം. ഓയിലിടാൻ വേണ്ടി ഇവരെല്ലാം പിടിച്ച് കൂട്ടി കയറ്റിയിട്ടാണ് അണ്ണൻ ഓയിലിടുന്ന പണി ചെയ്യുന്നത്. പക്ഷെ ഒരാൾ ഇവിടെ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഉണ്ട്, കൂട്ടി കയറ്റിയിട്ടില്ല. ആണ്ടേ മണിക്കുട്ടി സുഖമായിട്ട് കിടക്കുക, ചുരുണ്ടുകൂടി ഒരരയുടെ കിടപ്പുണ്ട്. അവള് പിന്നെ അങ്ങനെ ഇറങ്ങൂല. ഇന്നലെ പക്ഷെ അവള് സന്ധ്യക്ക് ഞങ്ങൾ വെളിയിലൊന്ന് ഇറങ്ങിയപ്പോൾ നമ്മളെ കൂടെ വെളിയിൽ ഇറങ്ങി വന്ന്. അല്ലാതെ അവളങ്ങനെ വെളിയിൽ ഇറങ്ങത്തില്ല. ഇതിൻ്റെ വീല് കറക്റ്റ് ടൈമിൽ ഓയിലിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീല് ജാമായിട്ട് അത് പിന്നെ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് ടൈമിൽ ഓയിൽ എപ്പോഴും ഇട്ട് കൊടുക്കും. ഇത് കണ്ട ഗേറ്റിൻ്റെ കോലം കണ്ട, ഫുൾ പെയിൻ്റ് എല്ലാം പോയി. അധികം നാളായിട്ടില്ല, ഒരു 5 വർഷം കണ്ട, 5.5-6 വർഷം ആവത്തേ ഉള്ളൂ ഗേറ്റൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ പെയിൻ്റ് എല്ലാം പോയതിരിക്കുന്നുണ്ട. ഇതെങ്ങനെ പോയെന്ന് വെച്ചാൽ ഇതാ ഇവൻ ജിമ്മിക്കുട്ടൻ ഇതിനകത്തിരുന്ന് വെള്ളം വയ്ക്കാൻ തുറന്നുവിടാത്തതിന്. ഇവൻ ജിമ്മിക്കുട്ടൻ അവൻ ഓടി ചെന്ന് ആരെങ്കിലും റോഡിൽ കൂടെ പോവുക ഗേറ്റിൻ്റെ അടുത്ത് വരിക ചെയ്യാൻ ഓടി ചെന്ന് അതിനകത്തിട്ട് മാന്തും, ഗേറ്റിലടിച്ച് മാന്തും. അങ്ങനെയാണ് ഈ പെയിൻ്റ് എല്ലാം ഇളവിയിരിക്കുന്നത്. ഗേറ്റിൽ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ അത് മൊത്തം പെയിൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ അണ്ണ അതിൻ്റെ പണിയിലാണ്. അവിടെ ഇരുന്ന പണി ചെയ്യാണ് അണ്ണ. ആര് ഫ്രീ ആയാ ഗേറ്റ് ഓയിലിട്ടിട്ട്? അവിടെ അടിയടക്കുന്നത് അവന് ഇറങ്ങിക്കൊള്ളാൻ. എൻ്റെ ജിമ്മി ഇന്നലെയും ഗേറ്റിന് വെളിയിൽ ഇറങ്ങി ഓടി. അണ്ണൻ പുറക്കെ ഓടിച്ച് പിടിച്ചു. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ മതി, അവൻ നമ്മളൊന്ന് കണ്ണ് ചിമ്മി കഴിഞ്ഞാൽ അവൻ അപ്പോഴേ ഇറങ്ങി ഓടികളെ. അവിടെ എന്തിനാണ് ഓയിൽ ഒഴിക്കുന്നത്? അവിടെ ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ? തെറ്റത്തില്ലേ ഇത്ര എടുത്ത് ഒഴിച്ച? ഇന്നലെ അവൻ ഇറങ്ങി ഓടി. ഇത് ഈ കുരുത്തം കെട്ടവൻ ഈ ചെറുക്കനെ ഇനി എന്താണെന്ന് അറിയാമോ? ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ മതി, അപ്പോഴേ ഇറങ്ങി ഓടികളെ. പിന്നെ ഇന്നലെ അള്ളം പോയി ഓടിച്ചിട്ട് പിടിച്ചെടുത്തോണ്ട് വന്നേത്. വൈറ്റമ്മ സുഖാണോ? ഞാനീ മുമ്പ് ഏതാണ്ട് ഒരു വലിയ കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോളൂ. നീ പ്രശ്നം മൊത്തം ഇവനാ. ഗേറ്റ് തുറന്നാൽ അപ്പോഴേ പ്രശ്നം, നമ്മൾ വെളിയിൽ ഇറങ്ങിയ പ്രശ്നം, അതെല്ലാം ഇവനാണ് പ്രശ്നം മൊത്തം. കൂടിൻ്റെ അവസ്ഥയൊക്കെ കണ്ട, കടിച്ച് പറിച്ച് നെറ്റെല്ലാം പൊട്ടിച്ച് വെച്ചേക്കുന്നുണ്ട. ഇത് പിന്നെ ഒരു ടെമ്പററി കൂടാണ്. അങ്ങനെ എന്തുവാടേ? ഓ ഓ ഓ ഓ എന്തോടാ? 4 പേരും കൂടെ അവിടെ നിൽപ്പുണ്ട്. എന്ത് താഴെ വരണോ? വേണ്ട, എല്ലാവരെയും കൂടെ ഇറങ്ങി ഓടിയിട്ട് പുറക്കെ ഓടാനുള്ള സ്റ്റാമിനൊന്നും ഞങ്ങൾക്കില്ല കേട്ടാ. വാലായിട്ട് 4 എണ്ണം കൂടെ അവിടെ ഇരിക്കുക. ജാക്കിച്ചനെ മേളിലാക്കി. ഭയങ്കര മൂത്രമൊഴിപ്പ്, നടന്ന് മൂത്രമൊഴിപ്പ്. അത് കാരണം അവനെ ഇപ്പം അങ്ങ് മേളിലാക്കി. വഴുതണങ്ങ ഉണ്ട്. ഇത് നമ്മൾ ഒരെണ്ണം ചെടിച്ചട്ടി തികയാതെ വന്നപ്പോഴത്തേക്ക് ഒരെണ്ണം തറയിൽ നട്ടതാണ്. പക്ഷെ അത് സംഭവം നല്ല അടിപൊളിയായിട്ട് തറയിൽ നട്ടത് അടിപൊളിയായിട്ട് അങ്ങ് വളർന്നത്. ഞങ്ങൾ ഇതിനകത്ത് കാ പിടിച്ചിരുന്നത് അറിഞ്ഞതേ. കാരണം ഇത്ര ഇലകൾ നിൽക്കുന്ന പിന്നെ ഞാൻ നോക്കിയപ്പോൾ മുട്ടൻ 2 വഴുതനയല്ല, സോറി, കത്രിക. മുട്ടൻ 2 കത്രിക അതിനകത്ത് ഇന്ന്. എന്നിട്ട് ഞങ്ങൾക്ക് ശംഖുപുഷ്പമുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ്. അതിൻ്റെ പൂ ഇത് നമ്മൾ വെള്ളം തിളപ്പിക്കാനൊക്കെ എടുക്കും. വെള്ളത്തിൽ കുടിക്കുന്ന വെള്ളത്തിൽ തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതൊരു 5-6 പൂ ഇട്ട് കൊടുത്താൽ നല്ല ബ്ലൂ കളർ ആവുകയും ചെയ്യാൻ ആരോഗ്യത്തിന് ബെസ്റ്റുമാണ് സംഭവം. അതാണ്ട് ആ കത്രികയുടെ ചെടിയിൽ നിന്ന് പിച്ചിയതാണ്ട് നല്ല മുട്ടൻ കത്രിക. നല്ല മുട്ടൻ കത്രിക. ഇത്രയും വലുപ്പമുണ്ട് ആള്. ഇത് നിന്ന് നമ്മൾ അറിഞ്ഞത് പോലും ഇല്ല. ഇപ്പം ഷോപ്പിൽ പോകുന്ന ടൈമാണ്. അപ്പോൾ അണ്ണ എന്നെ വിളിക്കാൻ വന്നു. അന്നേരം കൂട്ടത്തിൽ അവർക്ക് ഹോട്ടലിൽ നിന്നുള്ള ഷവായിയുടെ അതൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ മേടിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ നിരന്ന് നിൽക്കുന്നുണ്ട്, 3 ആളും കൂടെ. വയറ്റിയാണെങ്കിൽ ഭയങ്കര ഇതാണ്. ഇമ്മി എന്ത് വേണ്ടേ? മണത്തൊക്കെ നോക്കിയിട്ടേ മേടിക്കത്തോളൂ. രുചി ഉണ്ടാടാ ജിമ്മി? ഓ റാണമ്മ ഉണ്ടാ.
മേളിലെ പിള്ളേർക്കില്ലേ ബാക്കിലെ കുട്ടിപ്പട്ടാളത്തിന് ഉച്ചയ്ക്കാ? ഇപ്പം ടൈമില്ല, അവർക്ക് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കൊണ്ട് കൊടുക്കത്തേ ഉള്ളു. ഷോപ്പിൽ പോവാൻ ടൈമായി. അപ്പോൾ എല്ലാവർക്കും ബായ്.